نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൻ നഹ്ലിൽ അഥവാ സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്നുകൂടി പേരുള്ള ആ സൂറത്തിൽ അനേകം അനുഗ്രഹങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ ആ സൂറത്ത് അതിൻ്റെ തുടക്കത്തിൽ ആദ്യം മുതൽ അവസാന ഭാഗം വരെ നമ്മൾ പാരായണം ചെയ്തു നോക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാകുന്ന അനുഗ്രഹം, വഹി എന്ന അനുഗ്രഹം തുടങ്ങി നമ്മുടെ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അനേകം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച മഹത്തായ സൂറത്താണത്. ആ സൂറത്തിൽ അല്ലാഹു തആല അനുഗ്രഹങ്ങളൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം പറഞ്ഞു, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലകും തുസ്ലിമൂൻ. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു, പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അഥവാ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു സമ്പൂർണമാക്കി നൽകിയിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു അനുഗ്രഹങ്ങളൊക്കെ വാരിക്കോരി നമുക്ക് ചൊരിഞ്ഞു തന്നത്? ലഅല്ലകും തുസ്ലിമൂൻ. അല്ലാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവരായി തീരുവാൻ വേണ്ടിയാണ്, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും എല്ലാം അനുഭവിച്ചിട്ടും അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ, താങ്കളുടെ മേൽ വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമേ ദൗത്യമായിട്ടുള്ളൂ. സഹോദരങ്ങളെ, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അനേകം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ഈ സൂറത്തിൽ അല്ലാഹു അനേകം അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്നതിനിടയിൽ
പറഞ്ഞ ഒരു ആയത്ത്, അതാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, സൂറത്തു നഹലിലെ 78-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ. അല്ലാഹു തആല നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നും ഒന്നും അറിയാത്തവരായിക്കൊണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയുള്ള ഹൃദയവും നൽകുകയുണ്ടായി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി അത്രയത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് നോക്കൂ. എല്ലാവരെയും അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്നത്, നമ്മൾ ജനിച്ചു വീണത് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. നമുക്കൊന്നിനെക്കുറിച്ചും യാതൊരു അറിവുമില്ല. പിന്നീട് പടിപടിയായി ഓരോന്നും നമ്മൾ പഠിച്ചെടുത്തതാണ്. അങ്ങനെ പഠിച്ചെടുക്കാനുള്ള മാർഗമായി അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച മാധ്യമങ്ങളാണ് അസ്സമഅ വൽ ബസർ വൽ ഫുആദ്. ഈ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, കേൾവിയും കാഴ്ചയും ചിന്തയും. അഥവാ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞിരിക്കുന്നു. ഈ 3 അവയവങ്ങൾ പ്രത്യേകിച്ച് അല്ലാഹു തആല എടുത്തു പറഞ്ഞത് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, ലിശറഫിഹ വഫദ്ലിഹ, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും കാരണത്താലാണ്. വലി അന്നഹ മിഫ്താഹുൻ ലികുല്ലി ഇൽം, കാരണം ആ 3 കാര്യങ്ങളുമാണ് എല്ലാ അറിവിൻ്റെയും താക്കോൽ. ഈ 3-4 മാധ്യമങ്ങളിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അറിയുന്നത്. അഥവാ നമ്മൾ കേൾക്കുന്നു, നമ്മൾ കാണുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങൾ ഈ വിഷയത്തിൽ 2 രൂപത്തിലാണ്. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ലാഭം കൊയ്തെടുത്തവരുണ്ട്. അഥവാ അല്ലാഹു നൽകിയ അതിമഹത്തായ ഈ അനുഗ്രഹങ്ങൾ, കണ്ണുകൾ, കാതുകൾ, ഹൃദയം, അത് അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മേഖലകളിൽ മാത്രം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് കേട്ടുകൊണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ റബ്ബിന് തൃപ്തിയുള്ള രൂപത്തിൽ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ലാഭം കൊയ്തെടുത്ത ആളുകൾ. 2ാമത്തെ വിഭാഗം നഷ്ടക്കാരാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത രൂപത്തിൽ എന്താണ് താൻ കേൾക്കുന്നതെന്നോ, എന്താണ് താൻ കാണുന്നത് എന്നോ, എന്തിനെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നത് എന്നോ ഒരു വിവരവുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ ഹറാമുകൾക്ക് വേണ്ടി കണ്ണും കാതും ഹൃദയവും തുറന്നു വച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കാരാണവർ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 3 കാര്യങ്ങളും ഇതുപയോഗിക്കേണ്ട രൂപത്തിൽ അല്ല നമ്മൾ ഉപയോഗിച്ചത് എങ്കിൽ പ്രിയമുള്ളവരെ, വലിയ നഷ്ടമാണ്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, തീർച്ചയായും കാതുകൾ കേൾവി, അതുപോലെ കാഴ്ച, അതുപോലെ ഹൃദയം, കണ്ണുകളെക്കുറിച്ചും കാതുകളെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. സഹോദരങ്ങളെ, എന്തു കേട്ടു, എന്തു കണ്ടു, എന്തിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് നാളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ചോദിച്ചാൽ എന്താണ് എനിക്കും നിങ്ങൾക്കും മറുപടി പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു ആയത്താണ് ഞാൻ ഓതി വെച്ച ആയത്ത്. അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ ഉള്ളടക്കം, സഹോദരങ്ങളെ, ഇന്നെത്ര സമയങ്ങളാണ് നമ്മൾ പലതും കേൾക്കുന്നത്, നമ്മൾ പലതും കാണുന്നത്. എത്ര അനാവശ്യമായ ചിന്തകളാണ് നമ്മുടെ ഹൃദയങ്ങളിൽ
കടന്നുകൂടിയിട്ടുള്ളത്. ഈ മാർഗങ്ങളിലൂടെയാണ് ഒരാൾ നശിച്ചു പോകുന്നത്. നിങ്ങൾ നോക്കൂ, എല്ലാറ്റിലേക്കും കാതുകൾ തുറന്നു വെച്ച ആളുകളുണ്ട്. ഞാൻ വെറുതെ കേട്ടിട്ടേ ഉള്ളൂ, ഒന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞ് കേൾക്കുന്നവരുണ്ട്. പിന്നീട് അനാവശ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ മതനിഷേധവും ആശയക്കുഴപ്പങ്ങളും അത്തരം ശിർക്കും കുഫറും അന്ധവിശ്വാസങ്ങളുമൊക്കെ കേട്ട് പിന്നീട് അത് വായിച്ച് കണ്ട് അങ്ങനെ അതാ ഹൃദയം കേടുവരുന്നു. ഹൃദയങ്ങളിലേക്കതാ ആശയക്കുഴപ്പങ്ങൾ എന്ന രോഗം പടരുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ ദീൻ നശിച്ചു പോകുന്നു. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, സഹോദരങ്ങളെ, വബാരിക് ലനാ ഫീ അസ്മാഇനാ വഅബ്സാരിനാ. അള്ളാഹുവേ, നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കാതുകൾക്കും നീ ബറക്കത്ത് ചൊരിയണേ. എന്താണ് പ്രിയമുള്ളവരെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? നന്മകളിലുള്ള വർധനവാണ്. നന്മകളിൽ ഉപയോഗിക്കുവാനും അത് തന്നെ വർദ്ധിപ്പിച്ചു നൽകുവാനും അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. നമ്മൾ ചോദിക്കേണ്ടതാണ്, അള്ളാഹുവേ, നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ ബറക്കത്ത് നൽകണേ. കാരണം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നശിച്ചു പോകാൻ ചില്ലറ സമയമേ വേണ്ടി ഉള്ളൂ. വളരെ നിസാരമായ ചെറിയ സമയങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ തെറിച്ചു പോകുന്നു ദീനിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ പലതും കേട്ടു നോക്കി, കണ്ടു നോക്കി, വായിച്ചു നോക്കി. അങ്ങനെ പിന്നീടതാ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നവർ, 5 നേരത്തെ നിസ്കാരം നിലനിർത്തിയിരുന്നവർ, ദീനിൻ്റെ ചിഹ്നങ്ങൾ പാലിച്ചിരുന്നവർ, മതനിയമങ്ങൾ പാലിച്ചിരുന്നവർ, ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച സഹോദരിമാർ, പിന്നീടതാ അതൊക്കെ കാറ്റിൽ പറത്തുന്നു, അതൊക്കെ വലിച്ചെറിയുന്നു, ദീനിനെതിരായി സംസാരിക്കുന്നു, ശബ്ദിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ആദ്യത്തെ പടി അതിൽ സൂക്ഷ്മത കാണിച്ചില്ല. ഞാൻ കേൾക്കേണ്ടതേ ഞാൻ കേൾക്കാൻ പാടുള്ളൂ, ഞാൻ കാണേണ്ടതേ ഞാൻ കാണാൻ പാടുള്ളൂ, എനിക്ക് ചിന്തിക്കാൻ അനുവാദമുള്ളതിനെ കുറിച്ചേ ഞാൻ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം ഇതൊന്നും നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒന്നും അറിയാത്തവരാണ്. ഒന്നും അറിയാത്തവരായിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വന്നു. പിന്നെ നിങ്ങൾ പഠിച്ചെടുത്തത്, കണ്ടത്, കേട്ടത്, വായിച്ചത്, ചിന്തിച്ചതൊക്കെ അല്ലാഹു തആല നൽകിയ സമഅ കൊണ്ടും ബസർ കൊണ്ടും ഫുആദ് കൊണ്ടുമാണ്. അഥവാ കണ്ണും കാതും ഹൃദയവും ഒക്കെ അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്തിനാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ തന്നത്? ഈ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞത് എന്താണ് പ്രിയമുള്ളവരെ? ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ തോന്നിയതുപോലെ ഉപയോഗിച്ചോളൂ എന്ന ലൈസൻസ് അല്ല അല്ലാഹു തന്നത്, മറിച്ച് നിങ്ങൾ നന്ദി കാണിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്, നിങ്ങൾ എന്താണ് കാണേണ്ടത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അല്ലാഹു പറയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വയം ഇഷ്ടം, നമ്മുടെ ദേഹേച്ഛ എന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇല്ലാത്തതാണ്, നമുക്ക് പാടില്ലാത്തതാണ്. കാരണം അല്ലാഹു തആല നമ്മൾ മുസ്ലിമീങ്ങളായി തീരുവാൻ വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്. നമ്മൾ അല്ലാഹുവിന് കീഴൊതുങ്ങിയവരാണ്, നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകളാണ്. യജമാനനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അതിന് കാത് കൊടുക്കേണ്ടവരാണ് നമ്മൾ, അത് കൺ തുറന്ന് കാണേണ്ടവരാണ് നമ്മൾ, നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, എൻ്റെ കാതിൻ്റെ മോശമായ കേൾവിയിൽ നിന്ന്, എൻ്റെ കണ്ണിൻ്റെ മോശമായ നോട്ടങ്ങളിൽ നിന്ന്, എൻ്റെ നാവിൻ്റെ മോശമായ സംസാരങ്ങളിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ മോശമായ ചിന്തകളിൽ നിന്ന്, എൻ്റെ മനീയ്
അത് ഹലാലായ രൂപത്തിലല്ലാതെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാതിൻ്റെ ഷർറിൽ നിന്ന്, കണ്ണിൻ്റെ ഷർറിൽ നിന്ന്, നാവിൻ്റെ ഷർറിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്ന്, ലൈംഗികാവയവത്തിൻ്റെ ഷർറിൽ നിന്ന്, ഇതിൻ്റെ ഒക്കെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര കണ്ട് ചോദിക്കണം. കാരണം നമ്മെ പിഴപ്പിക്കാൻ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ ഒരു മനുഷ്യരെ നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇന്നത്തെ നമ്മുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ. അതിൽ നമ്മളിങ്ങനെ കാണുന്നു, നമ്മളിങ്ങനെ കേൾക്കുന്നു, അതിനെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗങ്ങളിലല്ലാതെ ഇതൊന്നും നമ്മൾ വിനിയോഗിക്കാൻ പാടുള്ളതല്ല. എത്ര സമയങ്ങളാണ് നമ്മൾ നമ്മുടെ മൊബൈലുകളിൽ ചെലവഴിക്കുന്നത്. സഹോദരിമാർ, ഉമ്മമാർ, ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര മണിക്കൂറുകളാണ് പലതും കണ്ടും കേട്ടും ആലോചിച്ചും കഴിച്ചുകൂട്ടുന്നത്. അതിൻ്റെയൊക്കെ മോശമായ സ്വാധീനങ്ങളാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുന്നത്. സഹോദരങ്ങളെ, ദീനുള്ളവർ ദീൻ വലിച്ചെറിയുന്നത്, ഇസ്ലാമിക വേഷം ധരിച്ചിരുന്നവർ അത് ഊരിയെറിയുന്നത്, മതനിഷേധം, അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ് പലരെയും. നമ്മുടെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ സംസാരങ്ങളിലും അവരുടെ സ്വഭാവ മര്യാദകളിലും ഒക്കെ വന്ന മാറ്റങ്ങൾ എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ? പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ കൊറിയൻ സംസ്കാരങ്ങൾ, അത്തരത്തിലുള്ള വേഷങ്ങൾ അത് തലയിലും അതുപോലെ ശരീരത്തിലും ഒക്കെ ഇങ്ങനെ പ്രകടമായി കാണുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ചിന്തിച്ചും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് നൽകിയത് അവന് നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്നത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേൾക്കാൻ പലപ്പോഴും നമ്മൾക്ക് സമയമില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. 1, 2, 3 പേജുകൾ ഖുർആൻ ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ തലവേദന, കണ്ണുവേദന, പല ചിന്തകൾ, തിരക്കുകൾ. എന്നാൽ മണിക്കൂറുകൾ മൊബൈലുകൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ യാതൊരു പ്രയാസവുമില്ല, ഒരു തിരക്കുമില്ല, ഒരു കച്ചവട തിരക്കുമില്ല, ഒരു തലവേദനയോ ഒരു പ്രയാസമോ ഒന്നുമില്ല. സഹോദരങ്ങളെ, നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് എന്നിട്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഇതില്ലാത്തവരുടെ അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കണ്ണില്ലാത്തവർ, കാത് കേൾക്കാത്തവർ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകാറില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ അവസരമില്ലാത്തവർ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ക്ഷമിച്ചാൽ, ഈമാനുണ്ടെങ്കിൽ നാളെ പരലോകത്തവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് നമ്മളെന്ത് ചെയ്തു? നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചോ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കുമൊക്കെ. നമ്മളിങ്ങനെ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കുക. പഴയകാലത്ത് വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വയർ കേബിൾ എന്നത് ടി വിയിലേക്ക് കണക്ഷൻ കൊടുത്ത് കേബിൾ സിനിമയും സീരിയലുകളുമായിരുന്നു. ഇന്നതിന് പകരം ഓരോരുത്തർക്കും സ്വകാര്യമായി ഉപയോഗിക്കാൻ അതേപോലെ വയർ ഇറങ്ങി വരുന്നു, വൈഫൈയുടെ വയർ. ഒരു കൺട്രോളുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും ഹൈ സ്പീഡിൽ ഉപയോഗിക്കാം. നോക്കൂ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിനെ തകർക്കുന്ന വഴികൾ നിങ്ങൾ നോക്കൂ. ഒരു കാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടിരുന്നു, ഇന്ന് സ്വകാര്യത്തിലേക്കെത്തി. ഓരോരുത്തർക്കും അവനവൻ്റെ റൂമിലും
അവനവൻ്റെ കസേരയിലുമൊക്കെ ഇരുന്നിങ്ങനെ കാണാം, ആസ്വദിക്കാം, കേൾക്കാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ അവസ്ഥയിൽ നമ്മൾ മരിച്ചു പോകുമോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും ഹറാമായത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതിലായിക്കൊണ്ട് മരിച്ചു പോകുമോ എന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടണം. നാളെ റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയവുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എന്നിരിക്കെ അതുകൊണ്ട് ഞാൻ എന്തു പ്രവർത്തിച്ചു എന്ന് ഉറപ്പോടുകൂടി എത്ര കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി ചോദിച്ചിരിക്കുന്നു, കണ്ണിൻ്റെയും കാതിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗത്തിൽ മാത്രമേ നമ്മൾ വിനിയോഗിക്കാൻ പാടുള്ളൂ. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണ് എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ടത് നമ്മൾ പ്രഖ്യാപിക്കണം. അതുപോലെ നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അതിന് നന്ദി കാണിക്കേണ്ടത്. എങ്കിലാണ് സഹോദരങ്ങളെ അതിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുക. എങ്കിലാണ് നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമുക്കെതിരായി തീരും. നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയുണ്ട് പരലോകത്ത്. നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും ഒക്കെ സംസാരിക്കും, നമ്മുടെ തൊലികളൊക്കെ സംസാരിക്കും. അതുകൊണ്ട് അത്തരം ദുരവസ്ഥയിൽ നിന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ ഉടനെ പറഞ്ഞതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഏത് തിന്മകളിലേക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത് ചായുമ്പോഴും അതിലേക്ക് നമ്മെ മാടി വിളിക്കപ്പെടുമ്പോഴും ലഅല്ലകും തഷ്കുറൂൻ, അള്ളാഹു ഇതൊക്കെ എനിക്ക് നൽകിയത് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന ഓർമ്മ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ രൂപത്തിൽ അവന് തൃപ്തിയുള്ള മാർഗത്തിൽ ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളായി തീരുവാൻ, അവന് നന്ദി കാണിക്കുന്നവരാവാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അവൻ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ കിട്ടിയാലും നന്ദി കാണിക്കുന്നവർ തുച്ഛമായിരിക്കും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നന്ദി കെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടു പോവാൻ പാടുള്ളതല്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഖുൽ ഹുവല്ലദീ അൻശഅകും, പറയുക അവനാണ് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുവന്നവൻ. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഒക്കെ നൽകി. എന്നാൽ ഖലീലം മാ തഷ്കുറൂൻ, ഇതിനൊക്കെ നന്ദി കാണിക്കുന്നവർ തുലോം തുച്ഛമാണ്. സഹോദരങ്ങളെ, നന്ദി കെട്ട ആളുകളായി ഒരിക്കലും മാറിപ്പോകരുത്. ഈ അള്ളാഹു ആക്ഷേപിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയാൽ എന്താണ് അതിൻ്റെ തിക്തഫലം? സൂറത്തുൽ അഅറാഫിലൂടെ അള്ളാഹു പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരുപാട് ആളുകളെ നാം നരകത്തിലിട്ട് നിറക്കുന്നതാണ്.
അഥവാ അവർക്ക് നരകശിക്ഷ ഉറപ്പായി തീരുന്നതാണ്. എന്താണ് അവർക്ക് ആ നരകശിക്ഷ ഉറപ്പാവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അവരെ അള്ളാഹു നരകത്തിലിട്ട് നിറക്കാനുള്ള കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് അള്ളാഹു ഹൃദയങ്ങൾ നൽകി, എന്നാൽ അവർ ചിന്തിക്കേണ്ടതല്ല ചിന്തിച്ചത്. വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകൾ നൽകി, അവർ കാണേണ്ടതല്ല കണ്ടത്. വലഹും ആദാനുൻ, അവർക്ക് കാതുകൾ നൽകി, ലാ യസ്മഊന ബിഹാ, അവർ കേൾക്കേണ്ടതല്ല കേട്ടത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എത്ര ഗുരുതരമായ ഒരവസ്ഥയാണിതെന്ന് നോക്കൂ. എത്ര ഗൗരവത്തിലാണ് അല്ലാഹു താക്കീത് നൽകിയത് എന്ന് നോക്കൂ. നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഹൃദയത്തിനുമൊക്കെ വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രത്യേകതയുള്ള കാര്യങ്ങളാണത്. അള്ളാഹു പറയുന്നു, ഇതൊക്കെ കിട്ടിയിട്ടും അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിച്ചില്ല അവർ. എന്നിട്ട് അവർ അള്ളാഹു ആക്ഷേപിച്ചു, ഉലൈക കൽ അൻആം, ഇതൊക്കെ കിട്ടിയിട്ടും അത് കൃത്യമായി ഉപയോഗിക്കാത്ത ആളുകൾ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അളൽ, അല്ല, അതിനേക്കാൾ വഴികേടിലായി പോയ ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധാലുക്കൾ. അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ഇതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞ അശ്രദ്ധയിലായി ജീവിച്ചവരാകുന്നു അവർ. അവർ നാൽക്കാലികളെ പോലെ അല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം കാണേണ്ടത് മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ, നാം കേൾക്കേണ്ടത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ, നമുക്ക് അനുവാദമുള്ളതേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ദുനിയാവ് എന്നത് ദുന്യാ സിജുനുൽ മുഅ്മിൻ, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജയില് പോലെയാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. ദുനിയാവ് ഇങ്ങനെയാണ്. എന്നാൽ പരലോകത്ത് ഇത് നേരെ തിരിച്ചായിരിക്കും. പരലോകത്ത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലാണ്. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കടുത്ത അവസ്ഥയിലായിരിക്കും. അവൻ അപ്പോൾ ദുനിയാവിൽ ജീവിച്ചത് ഏറ്റവും സ്വർഗത്തിലായിരിക്കും എന്നാണ് അവൻ്റെ അവസ്ഥ ഉണ്ടാവുക. അവന് ദുനിയാവിൽ കിട്ടിയ സുഖ സൗകര്യങ്ങളൊക്കെ വലിയ മഹത്തരമായ അനുഭൂതികളായിരിക്കും, പരലോകത്ത് നരകത്തിയിലുമായിരിക്കും എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു തആല അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത് അതിന് നന്ദി കാണിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞ ഈ 3 അനുഗ്രഹങ്ങൾ, അതിൽ നമ്മൾ അശ്രദ്ധയിലായി പോകരുത്, അതിൽ നമ്മൾ നിലവാരമില്ലാത്തവരായി പോകരുത്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവുമൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നത് മനസ്സിലാക്കി ഉത്തമ ബോധ്യത്തോട് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ നമ്മൾ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നമ്മളവരെ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ നശിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, അവരുടെ കണ്ണും കാതും ഹൃദയവുമൊക്കെ നമ്മൾ നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ അനാവശ്യമായ സ്നേഹം കൊണ്ട് അവർ നശിക്കാൻ ഇടവന്നാൽ അതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ. അല്ലാഹു തആല അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു
അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.